നമസ്കാരം. അടുത്തിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ വസതിയിൽ ദീപാവലി ആഘോഷിച്ചതിന്റെ വാർത്ത വൻതോതിൽ ചർച്ചയായി മാറിയിരുന്നു. ഇന്ത്യയുടെ ആത്മാവായി ആഘോഷിക്കപ്പെടുന്ന ദീപങ്ങളുടെ ഉത്സവത്തെ അതേ ആദരവോടെയും ആവേശത്തോടെയുമാണ് ബ്രിട്ടൻ എതിരേൽക്കുന്നതെന്ന് ഒരു വശത്ത് ചർച്ചകൾ നടന്നപ്പോൾ, മറുവശത്ത് ദീപാവലി ആഘോഷത്തിൽ മാംസവും മദ്യവും വിളമ്പിയതിൽ വിമർശനവും ശക്തമായി ഉയർന്നിരുന്നു. ദീപാലങ്കാരങ്ങൾ, ഇന്ത്യയുടെ തനത് കലാരൂപങ്ങളായ കുച്ചിപ്പുടി ഉൾപ്പെടെയുള്ള നൃത്തങ്ങൾ എന്നിവയടക്കമായിരുന്നു ആഘോഷം. കെയർ സ്റ്റാമറുടെ പ്രസംഗവും ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ മെനുവിൽ മദ്യവും സസ്യേതര വിഭവങ്ങളും ഉണ്ടെന്നറിഞ്ഞപ്പോൾ ബ്രിട്ടനിലെ ഹിന്ദുമത വിശ്വാസികൾ അമ്പരന്നു. അതിഥികൾക്ക് മട്ടൻ, കെബാബ്, ബിയർ, വൈൻ എന്നിവ വിളമ്പിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വസതി ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ബിയറും വൈനും ആട്ടിറച്ചിയുടെ കെബാബും വിളമ്പിയത് തങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് ഡൗണിംഗ് സ്ട്രീറ്റ് 10 വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബ്രിട്ടനിലെ ഹിന്ദു സമൂഹവും ജനപ്രതിനിധികളും സംഭവത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ബ്രിട്ടന്റെ ഈ മാപ്പ് പറച്ചിൽ. പരിപാടിയുടെ സംഘാടനത്തിൽ ഒരു തെറ്റുപറ്റി. ഈ വിഷയത്തിലെ വികാരത്തിന്റെ ശക്തി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഈ സമൂഹത്തോട് ഖേദം പ്രകടിപ്പിക്കുകയും മേലിൽ ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നതായി ബ്രിട്ടൻ വ്യക്തമാക്കി. ഈ കഴിഞ്ഞ ഒക്ടോബർ 29 നടന്ന ആഘോഷത്തിനെതിരെ ഹിന്ദു സമൂഹം വലിയ വിമർശനമായിരുന്നു ഉന്നയിച്ചത്. ദീപാവലിയുടെ മതപരമായ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ധാരണക്കുറവാണ് ഇതെന്ന് ഹിന്ദു സംഘടനയായ ഇൻസൈറ്റ് UK ചൂണ്ടിക്കാട്ടിയിരുന്നു. ദീപാവലി എന്നത് ആഘോഷത്തിന്റെ അവസരം മാത്രമല്ല, ആഴത്തിലുള്ള ആത്മീയമായ സന്ദർഭം കൂടിയാണ്. ആഘോഷങ്ങൾക്ക് മുൻപായി ഹിന്ദു സമൂഹവുമായി ആലോചിച്ചിരുന്നോ എന്ന് സംഘടന ചോദിച്ചിരുന്നു. ഇതുവരെ ഡൗണിംഗ് സ്ട്രീറ്റിലെ ദീപാവലി ആഘോഷത്തിൽ മാംസവും മദ്യവും ഇല്ലായിരുന്നു. ഈ വർഷത്തെ ആഘോഷത്തിൽ മദ്യവും മാംസവും വിളമ്പിയത് ഞങ്ങളെ ഞെട്ടിച്ചു. ഞങ്ങൾ നിരാശയിലാണ്. കൂടിയാലോചനയുടെ അഭാവവും പ്രധാനമന്ത്രിയുടെ ഉപദേശകരുടെ അശ്രദ്ധയുമാണ് ഇതിന് വഴിവെച്ചതെന്ന് പ്രമുഖ ബ്രിട്ടീഷ് ഹിന്ദു പണ്ഡിതനായ സതീഷ് K ശർമ്മ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ പോലും ഇത് നിരാശാജനകമാണ്. അതല്ല മറിച്ച് ബോധപൂർവമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബ്രിട്ടീഷ് ഹിന്ദു സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും സതീഷ് ചോദിച്ചിരുന്നു. സംഭവത്തിൽ പ്രസ്താവന പുറപ്പെടുവിക്കാനും പോസ്റ്റിൽ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതി ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. അതേസമയം 2022 ഋഷി സുനക് ഭരണ നേതൃത്വത്തിൽ എത്തിയത് മുതലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ദീപാവലി ആഘോഷം നടത്താൻ തുടങ്ങിയത്. ഇത് നിലവിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും തുടരുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.